ഹലോ ഗൈസ്, ഡെയിലി ജോബിലേട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവർക്കായി 50-ലധികം കമ്പനീസിലേക്ക് വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസും അതുകൂടാതെ തന്നെ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒഡപ്പെക് വഴി നടക്കുന്ന റിക്രൂട്ട്മെൻറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നാട്ടിലും വിദേശത്തുമായി വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് വേക്കൻസി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒഡപ്പെക് വഴി നടക്കുന്ന സ്കിൽഡ് ടെക്നീഷ്യൻ ട്രെയിനീസിൻ്റെ UAE വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ITI പാസ്സായിട്ടുള്ള ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, ഡക്ട് ഫാബ്രിക്കേറ്റേഴ്സ്, പൈപ്പ് ഫിറ്റേഴ്സ്, വെൽഡേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, HVC ടെക്നീഷ്യൻസ്, മേസൺസ് എന്നിങ്ങനെ കാറ്റഗറികളായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 10 മുൻപായി അപ്ലൈ ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി www.odapec.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന സർവീസ് ക്രൂ ഓർ കിച്ചൺ ക്രൂവിൻ്റെ 100 വേക്കൻസീസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഫ്രഷേഴ്സിന് അടക്കം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 35 വയസ്സിലാണ്. ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മിനിമം SSLC അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷനുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കാലിക്കറ്റ്, കൊച്ചി എന്നിവിടങ്ങളിലായി ഒക്ടോബർ 8-9 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന സ്റ്റോർ മാനേജർ, ബയ്യർ, സൂപ്പർവൈസർ, റിസീവർ, സെക്യൂരിറ്റി ഗാർഡ്, ഫിഷ് കട്ടർ, ബുച്ചർ, കാഷ്യർ, സെയിൽസ്മാൻ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ 7-9 തീയതികളിലായി കോട്ടക്കലും കൊച്ചിയിലും വെച്ചിട്ടാണ് നടക്കുന്നത്. അട്രാക്റ്റീവ് സാലറി ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഫ്രീ അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. CVസിനായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് UAE എമിറേറ്റ്സ് ജനറൽ പെട്രോളിയം കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുന്ന പെട്രോൾ ഫില്ലർ, കാർ വാഷ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസീസ് ആണ്. 19-30 ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒക്ടോബർ 10 കാലിക്കറ്റും കൊച്ചിയിലും വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലേക്ക് വന്നിരിക്കുന്ന വാലറ്റ് പാർക്കിംഗ് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ 11 കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ടിപ്സ്, ഡ്യൂട്ടി മെയിൽ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. UAE എക്സ്പയർ ആയിട്ടുള്ള ലൈസൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ആയുർവേദ നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ അബ്ബ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന IVF നഴ്സ്, ഓങ്കോളജി നഴ്സ്, റെസ്പിറേറ്ററി ടെക്, ഓർത്തോപീഡിക് ടെക്, ഡെൻ്റൽ ടെക് എന്നിങ്ങനെ കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഓൺലൈനായിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് മാനേജർ, സൗത്ത് ഇന്ത്യൻ ഷെഫ്, നോർത്ത് ഇന്ത്യൻ ഷെഫ്, പൊറോട്ട മേക്കർ, വെയിറ്റർ, കേഷ്യർ, ജ്യൂസ് ആൻഡ് സ്നാക്ക് മേക്കർ എന്നിങ്ങനെ കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. 2 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7 കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഫുഡും അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. സൗദി എക്സ്പീരിയൻസ് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 മുതൽ 5000 റിയാൽ വരെ ആയിരിക്കും സാലറി വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി വീഡിയോ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറായി ബന്ധപ്പെടുക. അടുത്തത് UAE ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന സെയിൽസ്മാൻ, കാഷ്യർ മെയിൽ ആൻഡ് ഫീമെയിൽ, റിസീവർ എന്നിങ്ങനെ 3 കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഒക്ടോബർ 7-8 തീയതികളിലായി പെരിന്തൽമണ്ണയിലും കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന കൺസ്ട്രക്ഷൻ ലേബർ, ഹെവി ഡ്രൈവർ, സൈറ്റ് ടെക്നീഷ്യൻ, ലാബ് ടെക്നീഷ്യൻ, സീനിയർ ലാബ് ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ, ലാബ് സൂപ്പർവൈസർ, സിവിൽ ഇൻസ്പെക്ടർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, സിവിൽ എഞ്ചിനീയർ, സീനിയർ സിവിൽ എഞ്ചിനീയർ, ഡാറ്റ എൻട്രി, HSC ഓഫീസർ, QA ഓഫീസർ, ലാബ് ടെക്നിക്കൽ മാനേജർ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിൽ ഡാറ്റ എൻട്രിയുടെയും ലാബ് ടെക്നീഷ്യൻ്റെയൊക്കെ വേക്കൻസീസ് ഒരുപാട് പേർ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 11 കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലീഡിംഗ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന IT മാനേജർ, CRM സ്പെഷ്യലിസ്റ്റ്, AI എക്സ്പേർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്നിങ്ങനെ കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ECNR കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അട്രാക്റ്റീവ് സാലറിയും അലവൻസ് വിത്ത് ഇയർലി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. CVസിനായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക.
അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള BSc നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. CV-യും പാസ്പോർട്ട് സെൻഡ് ആയിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് GCCയിലേക്ക് വന്നിരിക്കുന്ന പെർഫ്യൂം കൗണ്ടർ സ്റ്റാഫ്, ഫിഷ് കട്ടർ, ബുച്ചർ എന്നിങ്ങനെ കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നതാണ്. 18-32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന ഹൗസ് കുക്കിൻ്റെ വേക്കൻസീസ് ആണ്. 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ സാധിക്കുന്നത്. മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ITI ഫ്രഷേഴ്സിന് ദുബായിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഒക്ടോബർ 5-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ അവർക്ക് അപ്ലൈ പറ്റിയിട്ടുള്ള ബ്രാഞ്ച് സൂപ്പർവൈസേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. 2000 മുതൽ 3500 റിയാൽ വരെയാണ് സാലറി വരുന്നത്. 40 വയസ്സുള്ളവർക്കായിരിക്കും അപ്ലൈ സാധിക്കുന്നത്. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോഗ്രസിംഗ് ആണ്. CV സെൻഡായിട്ടുള്ള മെയിൽ ID വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ബഹ്റൈനിലേക്ക് വന്നിരിക്കുന്ന ബ്രാഞ്ച് ഇൻചാർജിൻ്റെയും ഇൻഡോർ സെയിൽസ്മാൻ്റെയും വേക്കൻസീസ് ആണ്. ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ 6-ാം തീയതി കാലിക്കറ്റും കൊച്ചിയിലും വെച്ചിട്ടാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഫ്രഷേഴ്സിനടക്കം അപ്ലൈ പറ്റിയിട്ടുള്ള ഫിഷ് കട്ടറിൻ്റെയും ബുച്ചറിൻ്റെയും വേക്കൻസീസ് ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഇ-കൊമേഴ്സ് എക്സ്പെർട്ട്, ഡിസ്പാച്ചർ എക്സ്പെർട്ട് എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. അട്രാക്റ്റീവ് സാലറി, അലവൻസ് വിത്ത് ഇയർലി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ECNR കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അപ്ലൈ സാധിക്കുന്നത്. CV സെൻഡായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ഖത്തറിലെ ലീഡിംഗ് മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. BSc or GNM ഉള്ള ഫീമെയിൽസിന് മാത്രമായിരിക്കും ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നത്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 10-ആണ് ലാസ്റ്റ് ഡേറ്റായി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ അൽ അൻവർ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന ഫീമെയിൽ നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നത്. ഓൺലൈനായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ 2nd വീക്കിനായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാനായി വീഡിയോ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദോഹയിലേക്ക് വന്നിരിക്കുന്ന HEC ടെക്നീഷ്യൻ, അക്കൗണ്ടൻറ്റ്, സെയിൽസ് എഞ്ചിനീയർ പോലുള്ള കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസും കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെയും സെക്യൂരിറ്റി ഗാർഡിൻ്റെ ദുബായിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസീസുമാണ്. ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. CV സെൻഡായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിട്ടുണ്ട്. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസീസ് ആണ്. അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 23-32 ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി കാലിക്കറ്റ് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാനായി വീഡിയോ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ക്വാളിറ്റി ഐസ്ക്രീം കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസീസ് ആണ്. FMCG എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ സാധിക്കുന്നത്. CV സെൻഡായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ദമാമിലെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് മാനേജർ, സൗത്ത് ഇന്ത്യൻ ഷെഫ്, നോർത്ത് ഇന്ത്യൻ ഷെഫ്, പൊറോട്ട മേക്കർ, വെയിറ്റർ, കേഷ്യർ, ജ്യൂസ് ആൻഡ് സ്നാക്ക് മേക്കർ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നത്. ഇതിലേക്കുള്ള വോക്കിൻ ഇൻ്റർവ്യൂ ഒക്ടോബർ 7-ാം തീയതി കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഫ്രഷേഴ്സിനടക്കം ഇതിലേക്ക് അപ്ലൈ പറ്റുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലേക്ക് വന്നിരിക്കുന്ന HR അസിസ്റ്റൻറ്റിൻ്റെ 4 വേക്കൻസീസുകളുടെ റിക്രൂട്ട്മെൻ്റ് ആണ്. 2 to 3 ഇയർ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ സാധിക്കുന്നത്. CV സെൻഡായിട്ടുള്ള മെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. അടുത്തത് സൗദി അറേബ്യയിലെ ഇ-കൊമേഴ്സ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന വാൻ ഡെലിവറി ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഗൂഗിൾ മാപ്പ് നോളജും അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ സാധിക്കുന്നതാണ്. അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഒക്ടോബർ 7-ാം തീയതി കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.